വന്ദേ ഭാരത് വഴിയിൽ കുടുങ്ങിയത് മറ്റ് ട്രെയിനിൻ്റെ സർവീസുകളെ ഇന്ന് ബാധിക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ് തൃശ്ശൂരിൽ 35 മിനിറ്റാണ് പിടിച്ചിട്ടത്. ഇപ്പോൾ എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ വിഷ്ണു സുരേഷ് ഉണ്ട്. വിഷ്ണു, യഥാർത്ഥത്തിൽ ഈ എറണാകുളം നോർത്തിലും ഒരുപാട് ആളുകൾ ഈ വണ്ടി കാത്ത് നിൽക്കുന്നുണ്ട്. വന്ദേ ഭാരത് ട്രെയിൻ ഗതാഗതത്തെ ചെറുതായിട്ട് ബാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിവരങ്ങൾ? എസ് കെ 7:20 കൂടിയാണ് സാധാരണഗതിയിൽ നോർത്തിലേക്ക് വന്ദേ ഭാരത് എത്തുക. പക്ഷേ ഇപ്പോൾ 8:45 വന്ദേ ഭാരത് എത്തിയിട്ടില്ല. ഇവിടെ ഇൻഫർമേഷൻ കൗണ്ടറിൽ ആളുകൾ ഇങ്ങനെ തടിച്ചു കൂടുന്നുണ്ട്. എന്താണ് കാര്യമെന്ന് അവർക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ആ ഇൻഫർമേഷൻ കൗണ്ടറിൽ അവർ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകളൊക്കെ ചോദിക്കുമ്പോഴും അവരിൽ നിന്നൊരു വ്യക്തത വരുന്നില്ല. ചേട്ടാ, എന്തെങ്കിലും മറുപടി ലഭിച്ചിട്ടുണ്ടോ അവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്തു? ഒന്നും കിട്ടിയിട്ടില്ല. ഞാൻ ആഴ്ചയിൽ 3 ദിവസം ബിസിനസ് ആവശ്യമായിട്ട് ഇവിടെ വന്നു പോകുന്നതാണ്. പക്ഷേ എനിക്ക് ഇതുവരെ ഒരു വിവരം കിട്ടിയിട്ടില്ല. പക്ഷേ ഇതുവരെ ലേറ്റ് ആയിട്ടില്ല. ഇന്ന് ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ എത്ര മണിക്കൂർ കഴിഞ്ഞ് പോകാം? അങ്ങനെ 7:20 ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും IRTCയുടെ സൈറ്റിൽ ഇത് അതിലിങ്ങനെ തൃശ്ശൂർ എത്തിയതായിട്ട് കാണിക്കുന്നുണ്ട്. അത് അവർ പറയുന്നത് തേർഡ് പാർട്ടി സൈറ്റാണ്, റെയിൽവേയുമായി ബന്ധമുള്ള സൈറ്റല്ല എന്ന് പറയുന്നത്. എങ്ങോട്ടേക്കായിരുന്നു യാത്ര? എങ്ങോട്ടേക്ക്? ട്രിവാൻഡ്രം. സ്ഥിരമായി യാത്ര ചെയ്യുന്ന വീക്ക്ലി വൺസ് പോകുന്നതിന് ഡിലേ ആകുന്നത് ട്രെയിൻ. ഇതിൽ റിപ്ലൈ അവിടെ നിന്ന് കിട്ടുന്നുണ്ടോ? അവർക്കും ഷ്യൂരിറ്റി ഒന്നുമില്ല. ഇത് നമുക്ക് വേറെ ഓൾട്ടർനേറ്റ് ട്രെയിൻ ബുക്ക് ചെയ്യാൻ പോലും പറ്റുന്നില്ല. ഇതുവരെ എന്തെങ്കിലും കൺഫേം പറയാത്തതുകൊണ്ട് അതാണൊരു ആശങ്കയുള്ളത്. വന്ദേ ഭാരതാണോ സ്ഥിരമായി യാത്ര? അല്ലല്ല, മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്നതാണ്. രാവിലെ ട്രിവാൻഡ്രം എത്തേണ്ടതാണ്. ക്യാൻസൽ ആണെന്നാണോ പറയുന്നത്? അല്ലെങ്കിൽ പറയുന്നത് ക്യാൻസൽ അല്ല എന്നാണ്. പക്ഷേ നമുക്ക് വേറൊരു ഓപ്ഷൻ അവർ തരുന്നതുമില്ല. ഇല്ലെങ്കിൽ നമുക്ക് വേറെ ട്രെയിൻ ബുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇതുവരെ അങ്ങനെ ഒരു ഓപ്ഷൻ അവർ തരുന്നില്ല. എസ്കെൻ, അതാണ് എല്ലാവർക്കും ഈ മറ്റ് ട്രെയിൻ ബുക്ക് ചെയ്യാനൊരു ഓപ്ഷൻ ഈ അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അങ്ങനെ ഒരു വീഴ്ച അവർക്ക് സംഭവിച്ചിട്ടുണ്ടെന്നുള്ളത് വസ്തുതാപരമാണ്. ആളുകൾ ഇൻഫർമേഷൻ കൗണ്ടറിലേക്ക് എത്തി എപ്പോൾ ട്രെയിൻ പുറപ്പെടും എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിന് കൃത്യമായ മറുപടിയില്ല. 7:20 എത്തേണ്ട ട്രെയിനാണ്. ഇപ്പോൾ ഏകദേശം 1.5 മണിക്കൂർ അധികമാകുന്നു. എപ്പോഴും ട്രെയിൻ എപ്പോൾ എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. ഇതിൽ പിന്നാലെ ഈ എക്സ്പ്രസ് അടക്കമുള്ള അല്ലെങ്കിൽ ഈ വിവേക് എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകൾ വൈകിട്ടുണ്ട്. വിവേക് എക്സ്പ്രസ് സാധാരണ 8:10 കൂടി എത്തേണ്ട ട്രെയിനാണ്. ഇപ്പോൾ 9 മണിയോട് കൂടിയാണ് ആ ട്രെയിൻ അല്പസമയം മുമ്പ് എത്തിയത്. അങ്ങനെ മറ്റ് ട്രെയിനുകളുടെയും കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. എപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കുമെന്നറിയില്ല. 3 മണിക്കൂർ കഴിഞ്ഞ് ട്രെയിൻ എത്തിയില്ല എങ്കിൽ തുക റീഫണ്ട് ചെയ്ത് നൽകാം എന്ന് മാത്രമാണ് നിലവിൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഈ യാത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്ന മറുപടി. ഇതാദ്യമായാണ് ഇത്തരത്തിൽ വന്ദേ ഭാരത് വൈകുന്നത്. അതെന്താണ് എന്നുള്ളതിൽ വ്യക്തത വരണമെന്നാണ് യാത്രക്കാരും പറയുന്നത്. എസ് കെ. ഓക്കെ, വിഷ്ണു സുരേഷാണ് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന്. സുജേഷ് ചാല പറയുന്നു ടെക്നിക്കൽ ഫെയിലിയറാണ്, വലിയ അപകടങ്ങൾ ദൈവസഹായം കൊണ്ട് ഒഴിഞ്ഞു പോയതാണ്, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കലും അങ്ങനെയല്ല. വന്ദേ ഭാരത് ഒരു പ്രസ്റ്റീജ് ട്രെയിനാണെന്നും അതിൻ്റെ നിലപാട് എന്താണെന്നും ഞാൻ ആദ്യമേ പറഞ്ഞത് അതുകൊണ്ടാണ്. എന്നാൽ യാത്രക്കാരുടെ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് അധികാരികളെ അറിയിച്ചേ പറ്റൂ. അതിനല്ലേ നമ്മൾ ഈ വാർത്താമാധ്യമം തുറന്നു വെച്ചിരിക്കുന്നത്.